പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NSന്റെ +2 ഹോം സയൻസിന്റെ 17ാമത്തെ ചാപ്റ്ററിന്റെ 2ാമത്തെ പാർട്ടാണ്. ന്യൂ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ് ആണ്. കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 അതിനുശേഷവും അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളുടെ സിലബസിൽ അപ്ഡേഷൻ ഉണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. മൊത്തം സിലബസിൻ്റെ 60% മാത്രം നിങ്ങൾ എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിൽ വരുന്ന ചാപ്റ്ററുകളാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ക്വസ്റ്റ്യൻസ് നമുക്ക് ഇംഗ്ലീഷിലാണ് വരുന്നത്. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എക്സാം എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് മനസ്സിലാകുക എന്നുള്ള പല ഡൗട്ടുകളും നിങ്ങൾക്കുണ്ടാവും. അത് ഒഴിവാക്കാനാണ് നമ്മൾ ക്വസ്റ്റ്യൻ ബോർഡിൽ എഴുതി അതിൻ്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞ് ആൻസർ മലയാളത്തിൽ പറയുന്നത്. അതനുസരിച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഗൈഡിൽ കൊടുത്തിട്ടുള്ളത്. എല്ലാ വിഷയത്തിൻ്റെ ഗൈഡുകൾ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. ഇതിൽ ആദ്യത്തെ 8 ക്വസ്റ്റ്യൻസ് നമ്മൾ ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ അവതരിപ്പിച്ചു. ഇന്ന് 9 മുതൽ 17 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ വരുന്ന 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വേറെ വീഡിയോയിൽ അവതരിപ്പിക്കും. അതിൽ ഫസ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻസ് നോക്കുക. ഡിസ്ക്രൈബ് ദി സർട്ടൻ ഇമ്പോർട്ടന്റ് ലോസ് പാസ്ഡ് ബൈ ദി ഗവൺമെന്റ് ടു പ്രൊട്ടക്ട് ദി റൈറ്റ്സ് ഓഫ് ദി കൺസ്യൂമർ എന്നാണ്. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായി ഗവൺമെന്റ് പുറപ്പെടുവിച്ച പ്രധാന നിയമങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഉപഭോക്താക്കളുടെ അവകാശം അതിൽ ഒന്നാമത് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആക്ട് ആണ്, അല്ലെങ്കിൽ ഗ്രേഡിംഗ് ആൻഡ് മാർക്കിംഗ് ആക്ട് ആണ്. ഈ നിയമത്തിലൂടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും മറ്റ് ഫാം ഉൽപ്പന്നങ്ങൾക്കും ഗവൺമെന്റ് അക്മാർക്ക് നിലവാര മുദ്ര നൽകുന്നുണ്ട്. രണ്ടാമത്തെ ഡ്രഗ് ആൻഡ് കൺസ്യൂമർ ആക്ട് ആണ്. അനുയോജ്യമായ ബില്ലോടുകൂടി സൗന്ദര്യവർദ്ധക വസ്തുക്കളും മരുന്നുകളും ഉയർന്ന ഗുണമേന്മ ഉറപ്പാക്കുന്നുണ്ട്. മൂന്നാമത്തത് പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്ടറേഷൻ ആക്ട് ആണ്. ഭക്ഷണത്തിൽ മായം ചേർക്കുന്നത് തടയുന്നതായി പുറപ്പെടുവിച്ച നിയമമാണ് ഫുഡ് അഡൾട്ടറേഷൻ ആക്ട്. നാലാമത് എസെൻഷ്യൽ കമ്മോഡിറ്റി ആക്ട് ആണ്. ഈ നിയമത്തിലൂടെ ഗവൺമെന്റ് ജീവിക്കാൻ ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും കമ്പോളത്തിൽ ഉറപ്പുവരുത്തുന്നുണ്ട്. ഉദാഹരണത്തിന് ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, പരുത്തി, കമ്പിളി വസ്ത്രങ്ങൾ, മരുന്ന്, പെട്രോൾ ഇതൊക്കെ വരുന്നുണ്ട്. അഞ്ചാമത്തെ മൊണോപ്പൊളീസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആണ്. MRTR ആക്ട് ആണ്. കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ്, പരസ്യം എന്നിവയിലൂടെ ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്നതിനെതിരെ പുറപ്പെടുവിച്ച നിയമമാണ്. ആറാമത്തത് സ്റ്റാൻഡേർഡ് ഓഫ് വെയിറ്റ് ആൻഡ് മെഷേഴ്സ് ആക്ട് ആണ്. നിലവാരമില്ലാത്തതും കൃത്യമായ അളവില്ലാത്തതുമായ വിൽപ്പന തടയുന്ന നിയമങ്ങളാണ്. എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വിശദമായ ലേബൽ ഇത് ആവശ്യപ്പെടുന്നുണ്ട്. ഏഴാമത്തെ ഫ്രൂട്ട് പ്രൊഡക്റ്റ് ഓർഡർ ആണ്, FPO ആണ്. ഈ നിയമം അനുസരിച്ച് എല്ലാ ഉൽപ്പാദകരും പഴം, പച്ചക്കറി ഉൽപ്പന്നങ്ങൾക്ക് ഗുണമേന്മയിലും പാക്കിങ്ങിലും ലേബലിങ്ങിലും ശുചിത്വവും വിൽപ്പനയിലെല്ലാം നിലവാരം ഉറപ്പുവരുത്തുന്നത്. ജാമ്, അച്ചാറുകൾ, ജ്യൂസ്, സ്ക്വാഷുകൾ എന്നിവയാണ് ഇതിൽപ്പെടുന്നത്. പിന്നെ വരുന്നതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. ഉപഭോക്താക്കളുടെ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഈ നിയമം കൃത്യമായി നിർവചിക്കുന്നുണ്ട്. ഈ നിയമത്തിലൂടെ ഏതൊരു ഉപഭോക്താവിനും അവർക്ക് വാങ്ങിയ ഉൽപ്പന്നത്തിൻ്റെ സേവനങ്ങൾക്കും എതിരായ പരാതികൾ ഫയൽ ചെയ്യാവുന്നതാണ്. സ്വകാര്യ കമ്പനികൾക്കും ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾക്കെതിരൊക്കെ പരാതി നൽകും. അടുത്ത 9ാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആക്ട് ആണ്, BIS ആക്ട് ആണ്. ഈ നിയമപ്രകാരം ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നിശ്ചയിച്ചിട്ടുള്ള സവിശേഷതകളും മാനദണ്ഡങ്ങളും പാലിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ISI സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട്. ഇനി 10ാമത്തെ ചോദ്യമാണ് ഡിഫൈൻ സ്റ്റാൻഡർഡൈസ്ഡ് മാർക്കാണ്. എന്താണ് ഗുണനിലവാര മുദ്ര എന്ന് പറയുന്നത്? ഉപയോഗിച്ച മെറ്റീരിയല്, നിർമ്മാണ രീതി, ലേബലിംഗ്, പാക്കിംഗ്, വിൽപ്പന പ്രകടനം എന്നിവ കണക്കിലെടുത്ത് ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട് ചില മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഉൽപ്പന്നത്തിന് നൽകുന്ന ഒരു അടയാളമാണ് സ്റ്റാൻഡർഡൈസേഷൻ എന്ന്. അടുത്ത ചോദ്യമാണ്
ലിസ്റ്റ് ഔട്ട് ഡിഫറെന്റ് സ്റ്റാൻഡർഡൈസേഷൻ മാർക്ക്. ഏതൊക്കെയാണ്? ഗുണനിലവാര മുദ്രകൾ. ISI ഉണ്ട്, ആക്ട് മാർക്ക് വരുന്നുണ്ട്, FEO വരുന്നുണ്ട്, ഊൾ മാർക്ക് വരുന്നുണ്ട്, എക്കോ മാർക്ക് വരുന്നുണ്ട്. അടുത്ത ചോദ്യമാണ് വാട്ട് ഈസ് ലേബൽ? എന്താണ് ലേബൽ? ലേബൽ എന്നാൽ ഉൽപ്പന്നത്തെ സംബന്ധിച്ച വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഉൽപ്പന്നത്തിന്റെ പാക്കേജിംഗ് അല്ലേ, പാക്ക് ചെയ്ത ഉൽപ്പന്നത്തിന്റെ പുറത്ത് കുറേ വിവരങ്ങൾ ഉണ്ടാവും. ഉൽപ്പന്നത്തിന്റെ വില, അതിന്റെ കാലാവധി, ആ ഉൽപ്പന്നത്തിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, അതിന്റെ മാനുഫാക്ചറിങ് എങ്ങനെയൊക്കെയാണ്, ഏത് കമ്പനിയുടെയാണ്, എത്രയാണ് അതിന്റെ തൂക്കങ്ങൾ, ഇങ്ങനെയുള്ള വിവരങ്ങൾ അടങ്ങിയതാണ് എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് ഉൽപ്പാദിപ്പിച്ചത്, ഇതൊക്കെ ഇതിൽ കാണിക്കും. അതാണ് ലേബൽ എന്ന് പറയുന്നത്. അടുത്ത ലിസ്റ്റ് ഔട്ട് ദി ഇമ്പോർട്ടന്റ് TD ഇൻഫർമേഷൻ ഗീവ്സ് ഫ്രം ദി ലേബൽ അബൌട്ട് ദി പ്രൊഡക്റ്റ് ആണ്. ഒരു ഉൽപ്പന്നത്തെ കുറിച്ച് ലേബലിൽ നിന്ന് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ലേബൽ നോക്കി ഉൽപ്പന്നത്തിന്റെ പേര് കിട്ടും, ബ്രാൻഡിന്റെ പേര് കിട്ടും, ഉൽപ്പാദകരുടെ പേരും വിലാസം കിട്ടും, ഉൽപ്പന്നത്തിൽ അടങ്ങിയ കണ്ടന്റുകൾ എന്തൊക്കെയാണെന്ന് കിട്ടും, ഉൽപ്പന്നം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് അറിയും, ഉപയോഗിക്കേണ്ട വിധവും പരിചരണം അറിയാൻ കഴിയും, ഉൽപ്പാദിപ്പിച്ച ദിവസവും അതിന്റെ കാലഹരണ ദിവസം അറിയാൻ പറ്റും, മൊത്തം അളവ് അറിയാൻ പറ്റും, പരമാവധി അതിന്റെ ചില്ലറ MRP എത്രയാണെന്ന് അറിയാൻ പറ്റും, മുൻകരുതലുകളും നിർദ്ദേശങ്ങളും അതിന്റെ ഗ്യാരണ്ടി കാരണം ഇതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് അറിയാൻ കഴിയുന്നതാണ്. അടുത്ത ചോദ്യം വാട്ട് ഈസ് പാക്കേജിംഗ് ആണ്. എന്താണ് പാക്കേജിംഗ് ആണ്? പാക്കേജിംഗ് എന്നത് ഒരു ഉൽപ്പന്നം വിപണനത്തിനോ വിൽപ്പനക്കുമായി സൂക്ഷിച്ചിരിക്കുന്ന ആവരണമോ കണ്ടെയ്നറോ ആണ്. ഒരു ഉൽപ്പന്നം അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് പ്രകൃതിയിൽ നിന്നുള്ള ചൂടിൽ നിന്നോ കാറ്റിൽ നിന്നോ അതിനൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ആവരണമാണ് പാക്കേജ്. അടുത്ത ചോദ്യമാണ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് പാക്കിംഗ്? പാക്കിങ്ങിന്റെ ഗുണങ്ങൾ എന്താണ്? കേടുവരൽ, പൊട്ടിപ്പോകൽ, നാശനഷ്ടങ്ങൾ സംഭവിക്കുക എന്നിവയിൽ നിന്നും ഉൽപ്പന്നത്തെ സംരക്ഷിക്കുന്നുണ്ട്. ഉൽപ്പന്നത്തെ കൈകാര്യം ചെയ്യുന്നതിനും കൊണ്ടു നടക്കാനും സൂക്ഷിക്കാനുള്ള സൗകര്യമൊക്കെ പാക്കിങ്ങിനെ സഹായിക്കുന്നുണ്ട്. മോഷണം, മായം ചേർക്കൽ എന്നിവയിൽ നിന്നും ഉൽപ്പന്നത്തെ സംരക്ഷിക്കുന്നു. ആകർഷകമായ പാക്കിംഗ് ഉപഭോക്താക്കൾ വാങ്ങാൻ പ്രേരിപ്പിക്കുന്നു എന്നതാണ്. അടുത്ത ചോദ്യമാണ് വാട്ട് ഈസ് അഡ്വർടൈസ്മെന്റ്? എന്താണ് പരസ്യം? ഒരു പ്രത്യേക ബ്രാൻഡിന്റെ ഉൽപ്പന്നത്തിന്റെ പ്രത്യേകതകൾ, ഉപയോഗം, ലഭ്യത എന്നിവ കുറിച്ച് ഉപഭോക്താക്കൾക്ക് വിവരം നൽകുന്ന എന്ന ഉദ്ദേശത്തോടെ മാധ്യമങ്ങളിലൂടെ നൽകുന്ന വിവരങ്ങളാണ് പരസ്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ലാസ്റ്റ് ചോദ്യമാണ് ഡിഫൈൻ കൺസ്യൂമർ മൂവ്മെന്റ്. എന്താണ് ഉപഭോക്തൃ പ്രസ്ഥാനം എന്നാൽ എന്താണ്? വ്യാപാരികളെയും നിർമ്മാതാക്കളെയും അന്യായമായ നടപടികൾക്കെതിരെ ഉപഭോക്താക്കളുടെ സംയുക്ത ഇടപെടലാണ് ഉപഭോക്തൃ പ്രസ്ഥാനം. ഉപഭോക്താക്കളെ അവകാശങ്ങളെക്കുറിച്ചും കടമകളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ അതിലൂടെ സഹായിക്കുന്നു. ഇത്രയാണ് നമ്മുടെ വീഡിയോ. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ ചോദിക്കാം. കൂടുതൽ വിവരങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതേപോലെ തന്നെ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസർ അടുത്ത വീഡിയോയിൽ ഉണ്ടായിരിക്കും. NSൻ്റെ എല്ലാ വിഷയങ്ങളുടെയും ഗൈഡുകൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ട്, 6 മാസം കൊണ്ട് SSLC+2 അഡ്മിഷൻ നമ്മളുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ കൊടുക്കുന്നുണ്ട്. അഡ്മിഷനും മറ്റു കാര്യങ്ങൾക്കും കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്ന ബോസ് എഡ്യൂക്കേഷൻ്റെ SSLC+2 നൽകുന്നുണ്ട്. അതേപോലെ തന്നെ വിവിധ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷനും നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9037114679. ഓക്കെ, താങ്ക് യു.